ഇസ്രയേലിൽ നിന്ന് ഒരു വമ്പൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. യമനെ ആക്രമിക്കാൻ ഇസ്രയേൽ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. യമൻ തലസ്ഥാനമായിട്ടുള്ള സനയെ തന്നെ ഇപ്പോൾ ഇസ്രയേൽ ആക്രമിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെയുള്ള പവർ പ്ലാന്റിന് നേരെ, അതായത് വൈദ്യുതി നിലയത്തിന് നേരെ ഇസ്രായേൽ നാവികസേനയുടെ ആക്രമണമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നത് ഞായറാഴ്ച പുലർച്ചെ യമൻ തലസ്ഥാനമായിട്ടുള്ള സനായിലെ ഒരു സ്ഥലത്ത് ഇസ്രായേൽ നാവികസേനയാണ് ആക്രമണം നടത്തിയത്. ഹൂത്തി ഭരണകൂടത്തിന് സേവനം നൽകുന്ന തീവ്രവാദ അടിസ്ഥാന സൗകര്യ കേന്ദ്രമാണെന്ന് IDF പറഞ്ഞ സ്ഥലത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. നഗരത്തിലെ ഒരു പവർ സ്റ്റേഷന് സമീപം കുറഞ്ഞത് 2 സ്ഫോടനങ്ങളെങ്കിലും ഉണ്ടായതായി പ്രാദേശിക മാധ്യമങ്ങളും റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തു. സനയുടെ തെക്കൻ ഭാഗത്തുള്ള ഹാസിസ് പവർ പ്ലാന്റിലാണ് സ്ഫോടനങ്ങൾ ഉണ്ടായതെന്ന് യമൻ വൃത്തങ്ങളും അറിയിച്ചു. സന ഇലക്ട്രിക് കോർപ്പറേഷന്റെ പ്ലാന്റിലാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇലക്ട്രിക് കോർപ്പറേഷന്റെ CEO മജാൽ അൽ റിഫി പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞത് ആക്രമണത്തിന് വിധേയമായതിനാൽ തൽക്കാലം വൈദ്യുതി തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്നാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹൂത്തി രാഷ്ട്രീയ ബ്യൂറോ അംഗം ഹസാം അൽ അസാദ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിൽ ആക്രമണത്തെ വിമർശിച്ചു. ഒരു ക്രിമിനൽ ശത്രു സിവിലിയൻ സേവന സൗകര്യങ്ങൾ, വൈദ്യുതി, വെള്ളം എന്നിവ മാത്രമേ ലക്ഷ്യമിടൂ എന്ന് ആരോപിച്ചു. സനായ് തെക്ക് സൻഹാൻ പ്രദേശത്തെ പ്ലാന്റിന്റെ ജനറേറ്ററുകളിൽ ആക്രമണം ഉണ്ടായതായും പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതായും ഹൂത്തികളുമായി ബന്ധപ്പെട്ട അൽ മസീറ TVയോട് സംസാരിച്ച ഒരു സിവിൽ ഡിഫൻസ് വൃത്തം പറഞ്ഞു. സംഭവത്തെ തുടർന്നുണ്ടായ തീ അണയ്ക്കാൻ ഞങ്ങളുടെ ടീമുകൾ പ്രവർത്തിക്കുന്നുവെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. എന്തായാലും ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇല്ലെങ്കിൽ ഞങ്ങളത് നിങ്ങളെ കാണിക്കുന്നതാണ്. യമനിൽ 2000 കിലോമീറ്റർ അകലെ നിന്നാണ് ആക്രമണം നടത്തിയെന്ന് IDF അറിയിച്ചു. ഹൂത്തി തീവ്രവാദ ഭരണകൂടം ഉപയോഗിക്കുന്ന ഒരു ഊർജ്ജ അടിസ്ഥാന സൗകര്യ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. അതായത് ഇസ്രായേലിൻ്റെ നാവികസേന 2000 കിലോമീറ്റർ ഇപ്പുറത്ത് നിന്നാണ് സനയിലെ പവർ പ്ലാന്റിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേൽ പ്രദേശത്ത് ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് മിസൈലുകളും UAVകളും വിക്ഷേപിക്കുന്നത് ഉൾപ്പെടെ ഇസ്രായേലിനെതിരെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യം പറഞ്ഞത്. ഇറാൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരവും ധനസഹായത്തോടുകൂടിയുമാണ് ഹൂത്തി ഭീകര ഭരണകൂടം ഇസ്രായേൽ രാഷ്ട്രത്തെയും അതിന്റെ സഖ്യകക്ഷികളെയും ദ്രോഹിക്കാൻ പ്രവർത്തിക്കുന്നത് എന്നും IDF പറഞ്ഞു. ആഗോള ഷിപ്പിംഗ് വ്യാപാര പാതകൾക്കെതിരെ ബലപ്രയോഗം നടത്താനും ഭീകരപ്രവർത്തനങ്ങൾ നടത്താനും അവർ സമുദ്രമേഖലയെ ചൂഷണം ചെയ്യുന്നു. തുടർച്ചയായതും ആവർത്തിച്ചുള്ളതുമായിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരെ IDF തുടർന്നും പ്രവർത്തിക്കും. കൂടാതെ ആവശ്യമില്ലാത്തിടത്തും ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെയുള്ള ഏത് ഭീഷണിയും ഇല്ലാതാക്കാൻ ദൃഢനിശ്ചയം ഞങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മാസം മുമ്പ് യമനിൽ ഇസ്രായേലി വ്യോമാക്രമണം നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഹൊദൈദ തുറമുഖത്തെ ഹൂത്തി സ്ഥാനങ്ങൾക്കെതിരെ ഇസ്രായേൽ വ്യോമസേന ഓപ്പറേഷൻ ലോങ് ഷാഡോ എന്ന പേരിൽ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ, ഇന്ധന ടാങ്കുകൾ, ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കപ്പലുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയത്. എന്നാൽ ഇപ്പോൾ നാവികസേനയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് ഇസ്രായേലിലെ സനയിലെ പവർ പ്ലാന്റിനെതിരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.